കുന്നംകുളം നഗരസഭാ പരിധിയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പദ്ധതികളാകുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന അമൃത് കോർ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനങ്ങളാണ് കൌൺസിൽ യോഗം അംഗീകരിച്ചത്. താലൂക്ക് ആശുപത്രിയിലെ സേവനങ്ങളിലെ പരിമിതികൾ ഉൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. നിലവിൽ ജല അതോറിറ്റിയുടെ ശുദ്ധജല വിതരണമില്ലാത്ത വിവിധ വാർഡുകളെ ഉൾപ്പെടുത്തി പുതിയ പദ്ധതി തയ്യാറാക്കുന്നതിന് വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. അടുപ്പുട്ടി പ്രദേശത്ത് പുതിയ വാട്ടർ ടാങ്ക് നിർമ്മിച്ച് നഗരസഭാ പരിധിയിലൂടെ തന്നെ ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നതിനും തീരുമാനിച്ചു. കുളങ്ങളുടെ പുനരുജ്ജീവന പദ്ധതിയിൽ കൌൺസിലർമാരുടെ യോഗം ചേർന്നു. കൂടുതൽ പൊതുകുളങ്ങൾ ഉൾപ്പെടുത്തും. നഗരത്തിലെ ചിൽഡ്രൻസ് പാർക്ക്, കുറുക്കൻപാറ ഗ്രീൻ പാർക്ക് എന്നിവയുടെ പുനരുദ്ധാരണവും അമൃത് പദ്ധതിയിൽ പുതിയ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തും. പുതിയ ബസ് സ്റ്റാൻഡിൽ മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനും പദ്ധതി രൂപീകരിക്കും. താലൂക്ക് ആശുപത്രിയിലെ ENT, ഓർത്തോ വിഭാഗങ്ങളിലെത്തുന്ന രോഗികളെ തുടർ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് ശുപാർശ ചെയ്യുകയാണെന്ന് ഷാജി ആലിക്കൽ പറഞ്ഞു. രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയുമുണ്ട്. വിരലിൽ എണ്ണാവുന്ന അത്രയും ശസ്ത്രക്രിയ മാത്രമാണ് ഒരു മാസം ഈ വിഭാഗങ്ങളിൽ നടക്കുന്നതെന്നും ഷാജി ആലിക്കൽ വ്യക്തമാക്കി. അത്യാഹിത വിഭാഗത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറെ ഉള്ളൂവെന്ന് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ T. സോമശേഖരനും ചൂണ്ടിക്കാട്ടി. കൂടുതൽ ഡോക്ടർമാരെ അത്യാഹിത വിഭാഗത്തിൽ നിയമിക്കുന്നതിനുള്ള ഇടപെടലുകൾ വേണ്ടതുണ്ടെന്ന് ചെയർപേഴ്സണും വൈസ് ചെയർമാനും പറഞ്ഞു. അതേസമയം ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകേണ്ട HMC യോഗത്തിൽ സ്ഥലം MLA പങ്കെടുക്കാറില്ലെന്ന് ലബീബ് ഹസൻ കുറ്റപ്പെടുത്തി. കൌൺസിൽ തീരുമാനത്തിന് വിരുദ്ധമായി തുറക്കുളം മാർക്കറ്റിൽ പുതുതായി ഒരു കമ്മീഷൻ ഏജൻസിക്ക് ലൈസൻസ് നൽകിയത് 3 പ്രതിപക്ഷ പാർട്ടികളുടെയും അംഗങ്ങൾ ചോദ്യം ചെയ്തു. കാനകളുടെയും തോടുകളുടെയും ശുചീകരണം കാര്യക്ഷമമല്ലെന്ന് വിവിധ കൌൺസിലർമാർ കുറ്റപ്പെടുത്തി. എന്നാൽ കേസ്മാർട്ട് സംവിധാനം വഴി ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ലൈസൻസ് ലഭിക്കുമെന്നും സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ലൈസൻസ് റദ്ദാക്കിയെന്നും ചെയർപേഴ്സൺ വിശദീകരിച്ചു. ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ 2ാം ഗഡു നൽകുന്നത് വൈകിയത് പ്ലാൻ ഫണ്ട് ലഭ്യമാകാത്തതിനാലാണ്. സ്നേക്ക് റിസീവർമാർക്ക് നഗരസഭയിൽ നിന്നും പണം കൊടുക്കാൻ കഴിയുമോ എന്നതിന്റെ നിയമവശം പരിശോധിക്കും. ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി പുതുതായി വാങ്ങിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റ് നടപടികൾ പൂർത്തീകരിച്ച് ഉടൻ ഉപയോഗപ്പെടുത്തുമെന്നും ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കൌൺസിലർമാർ ഉന്നയിച്ച വിവിധ വിഷയങ്ങളിൽ മറുപടിയായി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നേടിയ ഉജ്ജ്വല വിജയത്തിലും കുന്നംകുളം മണ്ഡലത്തിൽ AC മൊയ്തീൻ MLAയുടെ വിജയത്തിലും ആഹ്ലാദം പങ്കുവച്ച് പാർട്ടികൾ യോഗത്തിൽ മധുര വിതരണവും നടത്തി. അതേസമയം ഭിന്നത വീണ്ടും പ്രകടമാക്കി കോൺഗ്രസിലെ ഇരുവിഭാഗവും പ്രത്യേകമാണ് മധുര വിതരണം നടത്തിയത്. കൌൺസിൽ യോഗത്തിന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, കൌൺസിലർമാരായ സോമൻ ചെറുകുന്ന്, റീജ സലീൽ, ശ്രീജിത്ത് ആവേൻ, ഗീത ശശി തുടങ്ങിയവരും ചർച്ചകളിൽ പങ്കെടുത്തു.